ആഗോള തൊഴിൽ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന നീക്കവുമായി സൗദി അറേബ്യ. ഇന്ത്യ, പാകിസ്ഥാൻ, നൈജീരിയ തുടങ്ങിയ 14 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ബ്ലോക്ക് വർക്ക് വിസ നൽകുന്നത് സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിവെച്ചു. ഹജ്ജ് സീസൺ കണക്കിലെടുത്ത് 2025 ജൂൺ അവസാനം വരെ ഈ തീരുമാനം തുടരുമെന്നാണ് വിവരം. പുതിയ തീരുമാനം പ്രാബല്യത്തിലായതോടെ തൊഴിലാളികളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇത് വിവിധ കമ്പനികളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണ്. സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ബ്ലോക്ക് വിസ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനമെടുത്തത്. രാജ്യത്തെ വിവിധ കമ്പനികൾ ജീവനക്കാരെ കൂട്ടത്തോടെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിസകളിൽ ഒന്നാണിത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള സംവിധാനം ലേബർ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമായ തൗഫയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വിസയ്ക്ക് വിലക്കേർപ്പെടുത്തിയ 14 രാജ്യങ്ങളിൽ നിന്ന് കമ്പനികൾക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല. നേരത്തെ അനുവദിച്ച വിസകൾ പ്രോസസ് ചെയ്യാൻ ഇനി കാലതാമസം എടുത്തേക്കാം. സൗദിയുടെ പുതിയ തീരുമാനം കെട്ടിട നിർമ്മാണ മേഖലയിൽ കനത്ത തിരിച്ചടിക്ക് കാരണമായേക്കാം. ഈ 14 രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ ഏറ്റവും കൂടുതൽ ജോലി നോക്കുന്ന മേഖലകളിൽ ഒന്നാണിത്. നിലവിൽ അപേക്ഷിച്ച വർക്ക് വിസ ലഭിക്കാൻ കാലതാമസം എടുത്തേക്കും. ചിലപ്പോൾ വിസ നിരസിക്കാനും സാധ്യതയുണ്ട്. അതേസമയം സൗദി അറേബ്യയിൽ ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത സാധുവായ തൊഴിൽ വിസയുള്ള വ്യക്തികൾക്ക് അതിർത്തിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നേക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, ഈജിപ്ത്, അൾജീരിയ, സുഡാൻ, എത്യോപ്യ, ടുണീഷ്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, യമൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലുള്ളവർക്കാണ് ഇപ്പോൾ വിസ നിഷേധിച്ചിരിക്കുന്നത്. സൗദിയുടെ ഇപ്പോഴത്തെ തീരുമാനം വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങൾക്കിടയിൽ കാര്യമായ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എൻവോയ് ഗ്ലോബൽ അഭിപ്രായപ്പെട്ടു. സൗദി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും ടൂറിസം പോലുള്ള മേഖലകളിൽ സ്വദേശികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് പൗരന്മാർക്കിടയിൽ തൊഴിൽ വർദ്ധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്നാണ് സൂചന. അതിനിടെ കുവൈറ്റിലുള്ള പ്രവാസികളുടെ കുടുംബ വിസകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി ഭരണാധികാരികൾ. രാജ്യത്തിന്റെ താമസചട്ടങ്ങൾ പ്രവാസികൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കടുത്ത നടപടികളിലേക്ക് കുവൈറ്റ് കടക്കുന്നത്. കുവൈറ്റ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം താമസകാര്യ അന്വേഷണ വകുപ്പ് സമീപ ആഴ്ചകളിൽ മിനിമം ശമ്പള നിലവാരമായ 800 കുവൈറ്റ് ദിനാർ കഴിഞ്ഞ പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇവർ വിസ ലഭിച്ചതിനു ശേഷം കുറഞ്ഞ ശമ്പളമുള്ള ജോലികളിലേക്ക് മടങ്ങുന്നതായി കണ്ടെത്തി. ശമ്പളം ഉയർത്തിക്കാണിച്ച് ഫാമിലി റെസിഡൻസി പെർമിറ്റുകൾ നേടി പങ്കാളികളെയും കുട്ടികളെയും കുവൈറ്റിലേക്ക് കൊണ്ടുവന്ന പ്രവാസികൾ 1 മാസത്തിനുള്ളിൽ അവരുടെ സ്റ്റാറ്റസ് റെഗുലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതരെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനോ തയ്യാറാകണം. ഇതിനായി 1 മാസത്തെ സമയമാണ് അനുവദിച്ചത്. 2024 56 മന്ത്രിതല പ്രമേയ പ്രകാരമാണ് നടപടി സ്വീകരിച്ചത്. ആദ്യ ഉപപ്രധാനമന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് ആണ് ഈ നിയമം നടപ്പിലാക്കിയത്. അപേക്ഷകർക്ക് യൂണിവേഴ്സിറ്റി ബിരുദം ഉണ്ടായിരിക്കണം. അവരുടെ കഴിവുകൾക്ക് അനുയോജ്യമായ ഒരു തൊഴിലിൽ നേടുകയും കുറഞ്ഞത് 800 കുവൈറ്റ് ദിനാർ പ്രതിമാസ ശമ്പളം നേടുകയും ചെയ്യണമെന്നായിരുന്നു പ്രമേയത്തിൽ പറയുന്നത്. 2024 ജൂലൈയിൽ ബിരുദം വേണമെന്ന ആവശ്യകത നിർത്തലാക്കി കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള പ്രധാന വ്യവസ്ഥ വരുമാനം മാത്രമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.